Hi guys, automotive knowledge ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ഐ എം Underrated Malayali. ക്രോസ് ഓവറുകൾ കീഴടക്കുന്ന ഈ കാലഘട്ടത്തിൽ ടൊയോട്ട എന്ന റിലയബിൾ ആയ കമ്പനി എവിടെയെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ടൊയോട്ടയുടെ അർബൻ ക്രോസ് ഓവർ അല്ലെങ്കിൽ അർബൻ ക്രോസ്. നമ്മുടെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് തൊട്ട് പ്രീമിയം ടാക്സികൾ പോലും ടൊയോട്ട കൊറോളകളാണ്. ഈ ടൊയോട്ട കൊറോളയുടെ ഒരു ക്രോസ് വേർഷനാണ് ടൊയോട്ട അർബൻ ക്രോസ്. അതേ കൊറോളയുടെ ഡിസൈൻ എലമെൻറ്റ്സ് അർബൻ ക്രോസിൻ്റെ സൈഡ് വ്യൂവിൽ കാണുന്നതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇൻറ്റീരിയർ സുസുക്കി എ ക്രോസുമായിട്ട് വല്ലാതെ സാമ്യമുണ്ട്. കോപ്പിയഡ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അതിന് വേറെ പല റീസൺസും ഉണ്ട്. ഈ അർബൻ ക്രോസിൻ്റെ പ്ലാറ്റ്ഫോം വന്നിട്ട് ടൊയോട്ടയുടെ ലേറ്റസ്റ്റ് TGNA C പ്ലാറ്റ്ഫോമാണ്. എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, അതിൻ്റെ ചേസീസും പവർ ട്രെയിനും ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറച്ച് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലഭിക്കാൻ വേണ്ടിയാണ്. സോ ദാറ്റ് അതിൻ്റെ എഫിഷ്യൻസിയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കുറയുമെന്ന് ടൊയോട്ട പറയുന്നു. ഇപ്പോഴത്തേക്ക് വെറും 2 എൻജിൻ സ്പെക്സ് ആണ് ടൊയോട്ട റിലീസ് ചെയ്തിരിക്കുന്ന ഈ ക്രോസ് ഓവറിന് വേണ്ടി. അതായത് ഒന്ന് 1.8 ലിറ്റർ പെട്രോൾ എൻജിൻ വിത്ത് 140 ഹോഴ്സ് പവർ ആൻഡ് അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു പെട്രോൾ ഹൈബ്രിഡ് എൻജിനാണ് വിത്ത് 98 ഹോഴ്സ് പവർ. അതൊരു പെട്രോൾ ഹൈബ്രിഡ് എൻജിൻ ആയതുകൊണ്ട് ഇലക്ട്രിക് മോട്ടോർ അസിസ്റ്റ് ഉണ്ടായതുകൊണ്ട് 98 ഹോഴ്സ് പവർ കുഴപ്പമില്ലാത്തൊരു നമ്പറാണ്. പെട്രോൾ വേരിയൻറ്റിൻ്റെ എൻജിൻ മേറ്റ് ചെയ്തിരിക്കുന്ന ഒരു CVT ഗിയർ ബോക്സുമായിട്ടാണ് ആൻഡ് പെട്രോൾ ഹൈബ്രിഡ് വേരിയൻ്റ് എൻജിൻ മേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ECVT ഗിയർ ബോക്സുമായിട്ടാണ്. വണ്ടി ഒരു ക്രോസ് ഓവർ ആണെങ്കിലും ചില പ്രത്യേക ഡിസൈൻ എലമെൻറ്റ്സ് കാരണം ഒരു പോസിറ്റീവ് റോഡ് പ്രസൻസ് ഉണ്ട് വണ്ടിക്ക്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കഷ്ടകാലം ടൊയോട്ട ഈ വണ്ടി ഇന്ത്യയിൽ ഇറക്കുന്നില്ല. പക്ഷേ പകരം ടൊയോട്ട ഉടനെ തന്നെ മറ്റൊരു വാഹനം റിലീസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണോ മാരുതി സുസുക്കി ബലേനോവിനെ റീബ്രാൻഡ് ചെയ്ത് അവർ ടൊയോട്ട ഗ്ലാൻസെ ആക്കി ഇറക്കിയ അതേപോലെ തന്നെ മാരുതി സുസുക്കി വിറ്റാര ബ്രസയെ റീബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നുണ്ട്. ഇത് കോപ്പിയടി ആണോ ഗൈസ്? ആക്ച്വലി ഇത് കോപ്പിയടി അല്ല. അത് മാരുതി സുസുക്കിയും ടൊയോട്ടയും തമ്മിലുള്ള ഒരു പ്രത്യേക തരം കരാറാണ്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂസോ സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആൻഡ് പ്ലീസ് ഷെയർ. ഐ എം Underrated Malayali. Thank you for watching. Love yourself.